KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു. സംഭരിച്ച നിലയിൽ കാശില്ല, സംഭരണം പോലും അവതാളത്തിലാണ്. കുട്ടനാടിൽ നമ്മൾ കണ്ടതാണ്, പാലക്കാട് കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഈ കൃഷിക്കാരന് എന്താണ് ഈ സർക്കാരിന് ഇത്ര വിരോധം കൃഷിക്കാരനോട്? അപ്പൊ അവന് സ്വന്തം നിലനിൽപ്പ് പോലും ഇല്ലാതെ ജീവൻ ഒടുക്കേണ്ട സാഹചര്യത്തിലേക്ക് കൃഷിക്കാരനെ കൊണ്ടുചെത്തിക്കുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള നിലപാടായിരുന്നു ഇടതുപക്ഷ മുന്നണി സർക്കാരിനുണ്ടായത് എന്നുള്ളത് വ്യക്തമാണ്. ഈ വൈക്കത്തെ ഏറ്റവും ഒടുവിൽ സംഭവിച്ച കർഷക ആത്മഹത്യക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാകൂ. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കർഷക ആത്മഹത്യകൾ നിങ്ങളുടെ സർക്കാരിൻ്റെ കർഷക വിരുദ്ധ നയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള മറുപടിയാണ് പറയേണ്ടത്. ഇനി ആ കർഷകന്റെ രക്ഷയ്ക്കെത്തുന്ന സർക്കാർ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി ഒരു പ്രോഗ്രസ് കാർഡ് ഇറക്കി. ആ പ്രോഗ്രസ് കാർഡ് എന്തായിരുന്നു പ്രോഗ്രസ് കാർഡിൽ പറഞ്ഞിരുന്നത്? ഒറ്റ സംഭവം തന്നെ ഞാൻ പറയാം. ആദ്യത്തെ ഗവൺമെന്റ് വന്നപ്പോൾ പറഞ്ഞാണ് 5 ലക്ഷം വീടുകൾ ഞങ്ങൾ കൊടുക്കുമെന്ന്. ഇപ്പൊ 10 കൊല്ലം ഭരിച്ചിട്ടാണ് ആദ്യത്തെ കൊല്ലം പറഞ്ഞ 5 വർഷമല്ലത് 10 വർഷത്തെ കാലാവധി കിട്ടിയിട്ട് എങ്ങനെ മുഖ്യമന്ത്രിക്ക് ഇത്തരം കാർഡ് വെച്ചിട്ട് കള്ളം പറയാൻ പറ്റുന്നു? ഉമ്മൻചാണ്ടി ആണെങ്കിൽ 5 വർഷം കൊണ്ട് 4.25 ലക്ഷം വീട് കൊടുത്തു. 5 വർഷം കൊണ്ട് കമ്പയർ ചെയ്യേണ്ടത് അവിടെയാണ്. ആ കാലത്ത് 11 to 16. പിന്നെ ക്ഷേമ പെൻഷനുകളുടെ കാര്യം 200 അത് 2500 ആക്കാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവരാണ് ഈ ഗവൺമെന്റ്. ഇപ്പോഴും 2000-ലാണ്. 2000 ആയത് 4 മാസം മുമ്പാണ്. അതുവരെ 1600 ആയിരുന്നു. തങ്ങളുടെ കാലാവധിയിൽ പോലും ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇനി അടുത്ത 5 വർഷം തന്നാൽ ചെയ്തു തരും എന്ന് പറയുന്ന വാഗ്ദാനത്തിലെ വിശ്വാസ്യത കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകില്ലെന്നാണോ അവർ വിചാരിക്കുന്നത്? അത് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാവും. അതുകൊണ്ട് കള്ള പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യവുമില്ല. മുഖ്യമന്ത്രിയുടെ അവകാശവാദങ്ങൾ പൊളിയുന്നതാണ് ഇന്നലെ കേരളം കണ്ടത്. കേരളം കണ്ട ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.